നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ലോകത്ത് പല വിധത്തിലുള്ള മീനുകളെയും മറ്റും കണ്ടിട്ടുണ്ടാകും. നിങ്ങളിൽ പലരും പലതരത്തിലുള്ള മീനുകളെയും മറ്റും വീടുകളിൽ വളർത്തിയിട്ടുള്ളവരായിരിക്കാം. പലതരത്തിലുള്ള മീനുകളെ ഭക്ഷണമാക്കിയിട്ടുള്ളവരുമായിരിക്കാം. എന്നാൽ പിടിക്കാൻ ചെല്ലുന്ന വേട്ടക്കാരനെ കറണ്ടടിപ്പിക്കുന്ന ഒരു മീനിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു മീനിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഈൽ എന്ന മത്സ്യത്തിനെ കുറിച്ചാണ്. ഈ മത്സ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെന്നാൽ ഈ മത്സ്യത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അതും നിസാര വൈദ്യുതിയല്ല ഈ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം 600 വോൾട്ട് വൈദ്യുതിയാണ് ഈ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ഒറിനാഗോ നദികളിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. ഇലക്ട്രോസിറ്റസ് എന്നറിയപ്പെടുന്ന 6000-ഓളം സവിശേഷ കോശങ്ങൾ ഈ മത്സ്യങ്ങൾക്കുണ്ട്. അതിനാലാണ് ഇവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഈൽ മത്സ്യത്തിന്റെ ചർമ്മത്തിന്റെയും ശരീരത്തിന്റെയും സവിശേഷത മൂലം ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങൾ പുറപ്പെടുവിക്കുന്ന വൈദ്യുതി അവരുടെ ശരീരത്തിൽ ഏൽക്കില്ല. ഇര പിടിക്കാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്നു. കാഴ്ചശക്തി വളരെ കുറവാണ് ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങൾക്ക്. അതിനാൽ ഇവ ഇര പിടിക്കുന്നത് ഒരു സൂത്രം ഉപയോഗിച്ചാണ്. വളരെ ശക്തി കുറഞ്ഞ വൈദ്യുതി തരംഗങ്ങൾ ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങൾ സ്വന്തം ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ തരംഗങ്ങൾ ഒരു റഡാർ പോലെ പ്രവർത്തിച്ച് ഇരകളെ കണ്ടെത്തുന്നു. പെൺ ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങൾ ഏകദേശം 17,000-ഓളം മുട്ടകൾ ഇടും. അതേസമയം ആൺ ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങൾ ഈ മുട്ടകൾക്ക് സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടി ഉമിനീര് കൊണ്ട് കൂടുണ്ടാക്കുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ആൺപെൺ മത്സ്യങ്ങൾ കാവൽ നിൽക്കും. ചെറിയ ജലജീവികളെയാണ് ഈ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നത്. ഇത്രയധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് കാര്യമായ ശത്രുക്കളുടെ ആക്രമണങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല. ഇലക്ട്രിക് ഈൽ മത്സ്യങ്ങൾ ശരീരത്തിൽ നിന്നും 860 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ശത്രുക്കളെ കൊന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നന്ദി.